മലപ്പുറം മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ വാഹനാപകടത്തിൽ 5 മരണം. കർണാടകയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അരുൺ അമർനാഥ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ചേരുന്നുണ്ട്. അരുൺ, 5 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആരൊക്കെയാണ് മരിച്ചത്? എപ്പോഴായിരുന്നു അപകടം? എങ്ങനെയായിരുന്നു? പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിദാരുണമായ സംഭവം. കർണാടകയിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തന്മാരുടെ ബസ് ഓട്ടോയിൽ ഇടിച്ചു കയറിയാണ് അപകടം നടന്നത്. 5 പേരുടെ മരണമാണ് ഈ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 5 പേരും ഓട്ടോയിലുള്ളവരാണ്. 3 മുതിർന്നവരും ബാക്കി കുട്ടികളുമാണ് മരണപ്പെട്ടത്. ഈ സംഭവത്തിലെ ദൃസാക്ഷിയായ ഫാസിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫാസിൽ, എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്? ഇതൊരു ഏകദേശം 5 മണിയായപ്പോഴാണ് സംഭവം. അരീക്കോട് റോഡ്, മഞ്ചേരി അരീക്കോട് റോഡിൽ ചെട്ടിയങ്ങാടി വെച്ചിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ അയ്യപ്പഭക്തർ സഞ്ചരിച്ച വാഹനം അരീക്കോട് ഭാഗത്തു നിന്ന് വരികയാണ്. കർണാടക രജിസ്ട്രേഷനിലെ മിനി ബസ്സും പിന്നെ ഈ കിഴക്കേത്തല ഭാഗത്തു നിന്ന് വരുന്ന പുല്ലൂർക്ക് പോവുകയാണ് അവർ, ഈ ഓട്ടോറിക്ഷയിലെ ആളുകൾ. ആ ഓട്ടോറിക്ഷയായിട്ട് കൂട്ടിയിടിച്ചാണ്. ഏകദേശം 5 മണിയോടാണ് സംഭവം. കുറേ പേരുണ്ടോ? അപ്പം തന്നെ രക്ഷാപ്രവർത്തനമൊക്കെ നടന്നത്? രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്ന നാട്ടുകാർ അപ്പം തന്നെ രക്ഷാപ്രവർത്തനം നടത്തി. എല്ലാവരും എടുത്ത് പിന്നെ 2 പേരെ കൊരമ്പ ഹോസ്പിറ്റലിലേക്കും ബാക്കിയുള്ള ആളുകളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിക്കും പിന്നെ ഈ ഒരു ലേഡി മരണപ്പെട്ടിരുന്നു. ഡ്രൈവർ മജീദ് എന്ന ആൾ ഇവിടെ എത്തിയിട്ടാണ് മരണപ്പെട്ടത്. പിന്നെ ഒരു കുട്ടി. ഈ ഓട്ടോയിൽ എത്ര പേരുണ്ടായിരുന്നു? ഓട്ടോയിൽ മുതിർന്ന ആളുകൾ 3 പേരും ബാക്കിയൊക്കെ കുട്ടികളാണ്. ഓട്ടോയിലുള്ളവരാണ് ഇതുവരെയും മരണപ്പെട്ടത്. ഓട്ടോയിലുള്ള ആളുകളാണ് പിന്നെ ഡ്രൈവർ അടക്കം പിന്നെ 5 പേര് മരണപ്പെട്ടത്. ഓട്ടോയിലിപ്പോൾ 5-ന് മുകളിൽ ആളുകളുണ്ട്. 5-ന് മുകളിലുണ്ട്. ചെറിയ കുട്ടികളാണ് കൂടുതൽ. പിന്നെ നിസാര പരിക്ക് പറ്റിയ ഒരു 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫർ ചെയ്തിട്ടുണ്ട്. എന്താണ് അപകട കാരണം എന്നുള്ളത്? അപകട കാരണം പറഞ്ഞാൽ സ്ഥിരം അപകട മേഖലയാണ്. ആ റോഡ് ടാർ ചെയ്തതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് അപകടം ഉണ്ടാകുന്നുണ്ട്. അത് പിന്നെ കൊയിലാണ്ടി പിന്നെ മഞ്ചേരി സംസ്ഥാന പാതയാണ്. അവിടെ ഇതേമാതിരി കുറേ അപകടം നടന്നിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് വരുന്ന വിവരമനുസരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളവരുടെ നില തൃപ്തികരമാണെന്ന് പറഞ്ഞല്ലേ? മാറ്റിയുള്ള ആളുകൾക്ക് വലിയൊരു കൂടുതൽ പരിക്കുകളൊന്നുമില്ല. അവർ റെഫർ ചെയ്തു തന്നെ ഉള്ളൂ. വേറെ കൂടുതലായിട്ട് പരിക്കുകളൊന്നുമില്ല. കൂടുതൽ പരിക്ക് പറ്റിയത് കുട്ടികൾക്കാണ്. പ്രതീക്ഷ സാക്ഷികൾ നൽകുന്ന വിവരം ഉൾപ്പെടെ അനുസരിച്ച് 7ഓളം പേർ ഓട്ടോയിലുണ്ടായിരുന്നു. 3 മുതിർന്നവരും ബാക്കിയെല്ലാം കുട്ടികളാണെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യമുള്ളവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. പിന്നെ കൊരുമ്പ ആശുപത്രിയിലുള്ള 2 പേരുണ്ടായിരുന്നു. അതിലൊരു സ്ത്രീയുമാണ് മരണപ്പെടുകയുണ്ടായത്. നിലവിൽ 5 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെ, ഒരു കുട്ടിയെ ഉൾപ്പെടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഈ മണിക്കൂറിൽ എന്തായാലും അറിയാൻ സാധിക്കുന്നത്. ഈ അപകടമുണ്ടായത് ഈ മഞ്ചേരി നിലമ്പൂർ റോഡിലായിരുന്നു. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബസ് ഈ ഓട്ടോയിലായി കൂട്ടിയിടിക്കുകയായിരുന്നു. അങ്ങനെ ഓട്ടോ മറിഞ്ഞ് ഒരു വലിച്ചിഴയ്ക്കുന്ന, ഓട്ടോ റോഡിലൂടെ വലിച്ചിഴയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെയാണ് ഈ 5 പേരുടെ മരണം സംഭവിക്കാനുണ്ടായ അപകട കാരണമായി പറയുന്നത്. ഈ പെട്ടെന്നുണ്ടായ ഓട്ടോ വളയ്ക്കാനുണ്ടായതാണ് കാരണമെന്നും ദൃക്സാക്ഷികളിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും പോലീസിൻ്റെ സ്ഥിരീകരണമൊന്നും ഈ മണിക്കൂറിൽ എന്തായാലും ഔദ്യോഗികമായി വന്നിട്ടില്ല. 5 മരണം സംഭവിച്ചു എന്ന അതിദാരുണമായ ഒരു കാര്യം തന്നെയാണ് മഞ്ചേരിയിൽ നിന്ന് ഈ മണിക്കൂറിൽ നമുക്ക് എന്തായാലും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. വൈകിട്ട് ഒരു 5:30 കൂടിയാണ് അപകടം നടന്നത്. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഉള്ള മൃതദേഹങ്ങൾ ഇപ്പോൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. 2 പേരെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൂടി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷ. അരുൺ അമൃതാണ് ദാരുണ സംഭവത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്.